യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 48 വാക്യം. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. യേശുവേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾ അല്പസമയം കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു. ആമേൻ കർത്താവേ, വചനം പറയുന്നത് പോലെ അത്ഭുതങ്ങൾ അടയാളം കണ്ടിട്ടല്ലാതെ ആമേൻ കർത്താവേ വിശ്വസിക്കുകയില്ല എന്ന് അങ്ങ് പറഞ്ഞതിന് പ്രകാരം കർത്താവേ, ഞങ്ങൾ ചില അടയാളങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ ഈ ദേശത്ത് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അതൊരു അത്ഭുതമാണ്. ഞാൻ ഇന്നിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നെങ്കിൽ അത് എന്നിൽ അങ്ങ് ചെയ്തൊരു അടയാളമാണ് കർത്താവേ. അങ്ങയുടെ വചനപ്രകാരം ചില അത്ഭുതങ്ങളും അടയാളങ്ങളിലും കൂടെയും കഴിഞ്ഞ ഒരു വർഷക്കാലങ്ങളോളം കർത്താവേ എന്നെ കാത്തു പരിപാലിച്ചു, എന്നെ നടത്തു. രോഗശൈലിയിൽ എനിക്ക് വൈദ്യനായിരുന്നു. ആമേൻ കർത്താവേ, മനം തകർന്നിരുന്നപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചു. ഹൃദയം നുറുങ്ങിയ വേദനയിലും എൻ്റെ ഒപ്പം ഇരുന്ന് എന്നെ കർത്താവേ എന്നെ വേദനകളിൽ നിന്നവൾക്കെയും എന്നെ പരിപാലിച്ചു. ഞാനെന്ന് കർത്താവേ ഈ വചനപ്രകാരം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു. അപ്പാ, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യം. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ യേശു എന്നിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഈ ജീവിതം മൊത്തം ചില അടയാളങ്ങൾ എന്നിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു? അങ്ങനെ വിശ്വസിക്കുന്നവരെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ എന്നിങ്ങനെ നിൽക്കുന്നത് പോലും എൻ്റെ അത്ഭുത പ്രകാരമാണ്. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നത്, ഹല്ലേലൂയ, അങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഓരോ നിമിഷവും, ഹല്ലേലൂയ, ഓരോ നിമിഷവും കണ്ണിമ വെട്ടാതെ ഒന്ന് കണ്ണുകൾ പോലും അടയ്ക്കാതെ നമ്മളെ പരിപാലിക്കുന്ന കർത്താവ് എത്ര വലിയവനാ. ആ യേശുവിനെ നമ്മൾ സ്തുതിക്കുന്നേ. ഇന്നയോളം ജീവിക്കുവാൻ തക്കവണ്ണം, ഇന്നയോളം നടത്തുവാൻ തക്കവണ്ണം വേണ്ടത് വേണ്ടും പോലെ തരുന്നവൻ. ഹല്ലേലൂയ. ഒന്ന് പറയട്ടെ, നമുക്ക് വേണ്ടതൊക്കെയും നമ്മൾ പറയാതെ തന്നെ അറിഞ്ഞ് വേണ്ടുമ്പോൾ തരുന്നവൻ. ഹല്ലേലൂയ. അതെ, യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 46 മുതൽ 54 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു ചെയ്തതായി രേഖപ്പെടുത്തിക്കുന്ന രണ്ടാമത്തെ അത്ഭുതമായി പറയപ്പെടുന്ന, ഹല്ലേലൂയ, ഒരു അത്ഭുതത്തെയാണ് അവിടെ കാണുന്നത്. അതൊരു അടയാളമാണ്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, രാജസേവകന്റെ പുത്രനെ, ഹല്ലേലൂയ, ആ പനിയുടെ ഭാരപ്പാൽ, ഹല്ലേലൂയ, മരിപ്പറായി കിടക്കുന്നു എന്നവിടെ വചനം പറയുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, മകൻ ഹല്ലേലൂയ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വചനം പറയുന്നു പനിയാൽ ഭാരപ്പെട്ട് കിടക്കുന്നു. അത് മാത്രമല്ല അവിടെ പറയുന്നു മരിക്കും മുമ്പേ യേശുവിനോട് ആ രാജഭൃതൻ പറയുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, മരിക്കും മുൻപേ. നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുള്ളതാ മരണം എത്രത്തോളം അടുത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ പലവരും പറഞ്ഞിട്ടുണ്ട്, വൈദ്യന്മാർ വിധി എഴുതി, ലോകം വിധി എഴുതി. പലരും പറഞ്ഞു ഇനി ഇത് ജീവിക്കുകയില്ല, ഈ ജീവിതം ഇവിടെ അവസാനിച്ചു, ഇനി മരണം മാത്രമാണ് മുൻപിലുള്ളത്. ഈ പനി മരണത്തിനാ, ഇന്ന് വന്നിരിക്കുന്ന ഈ കഷ്ടം മരണത്തിനാ, ഇന്നായിരിക്കുന്ന ഈ രോഗം മരണത്തിനാ, ഇന്നായിരിക്കുന്ന ഈ അവസ്ഥ മരണത്തിനാ. അങ്ങനെ പലതിനെയും ചൂണ്ടിക്കാട്ടി മരണം എന്ന് പറഞ്ഞതിന്, ഹല്ലേലൂയ, ഒന്ന് ചിന്തിച്ചേ, മരണമെന്നാ പറയുന്നേ. മരണമെന്ന് പറഞ്ഞതിനെ അപ്പം സുഖപ്പെടുത്തുക. ഹല്ലേലൂയ. മരണമെന്ന് പറഞ്ഞ് ലോകം വിധി എഴുതിയതിനെ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. മരണം എത്രത്തോളം വേദനയാണ്, അതൊരു നഷ്ടമാ, ഇല്ലാതെയാക്കി കൊണ്ടുപോകുക. മരണം സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ലോകം വിട്ടു പോകുന്നത് പോലെ മരിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് ചില നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, അത് മരിച്ചു, ഇനി അതെനിക്കുള്ളതല്ല, ഇനി അതെനിക്ക് ലഭിക്കുകയില്ല. ഹല്ലേലൂയ. അവരെ നോക്കിയാ പറയുന്നേ, ചില അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാതെ നിങ്ങളിത് വിശ്വസിക്കുകയില്ല. യേശുവ പറയുന്നേ, ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദിവസങ്ങളിൽ, ഈ വർഷത്തിൽ തന്നെ ഈ വർഷം തുടങ്ങി ഈ 19-ാം ദിവസം ചില അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും നീ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പാ. അത് 46-ാം വാക്യം ഇങ്ങനെ പറയുന്നേ, അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്നൊരു രാജഭൃതൻ
കഫർനഹൂമിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ പിന്നെയും വെള്ളം ഹല്ലേലൂയ വീഞ്ഞാക്കിയ ഹല്ലേലൂയ ഗലീല കാനാവിലേക്ക് കടന്നു വന്നു. നമ്മൾ ഒന്നാമത്തെ അത്ഭുതമായി നമ്മൾ കേട്ടു വളരെ സുപരിചിതമായ അതെ കാനായിലെ കല്യാണ നാവിലെ ആ കല്യാണ വീട്ടിലെ വെള്ളത്തെ ഒഴിഞ്ഞ കൽപാത്രങ്ങളെ ഒഴിഞ്ഞ പൽപാത്രങ്ങളെ കൂട്ടി മൂലയ്ക്ക് വച്ചിരുന്ന് ആർക്കും വേണ്ടാതെ മാറ്റി വച്ചിരുന്ന് ചില കൽപാത്രങ്ങളെ കഴുകി മിനുക്കി അതിൽ വെള്ളം കൊണ്ട് നിറച്ചപ്പോൾ അത് കുടിച്ച് തന്നെ തൃപ്തരായെങ്കിൽ ഹല്ലേലൂയ മൂലയ്ക്ക് കൂട്ടി വെച്ചതാ ആർക്കും വേണ്ടാതെ ഹല്ലേലൂയ പട്ടിയും പെടുത്ത് ആർക്കും വേണ്ടാതെ പലരും കാർക്കിച്ചു തുപ്പി ചന്തവും മങ്ങി പൊടിയും പിടിച്ച് അഴിക്കും പറ്റിക്കിടന്ന് ചില കൽഭരണികളെ കഴുകി മിനുക്കി പുറത്ത് കൊണ്ടുവന്നപ്പോൾ അതിൽ ശ്രേഷ്ഠകരമായ വീഞ്ഞുകൊണ്ട് നിറഞ്ഞെങ്കിൽ ഹല്ലേലൂയ ചിലതിനെയൊക്കെ കഴുകുവാൻ സമയമായി, ചിലതിനെയൊക്കെ കഴുകി പുറത്ത് കൊണ്ടുവരുവാൻ സമയമായി. മൂലയ്ക്ക് കൂടിയിരുന്നതാ, മൂലയ്ക്ക് മാറ്റി വെച്ചതാ. ഹല്ലേലൂയ. അതെ, അവൻ്റെ അമ്മ അവിടെ പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. ഇതുവരെ അത്ഭുതം കാണാത്ത മാതാവ് അല്ലെങ്കിൽ ഇതിനു മുൻപ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്തടത്ത് ആ അമ്മ വിശ്വസിച്ചതുപോലെ അവരെന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളോടായി തന്നെയാ പറയുന്നേ, മൂലയ്ക്ക് കൂട്ടി വച്ചിരുന്നതാ മാറ്റി വച്ചതാ ഇനി കിട്ടുകയില്ല എന്ന്, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന്, കവർന്നു കൊണ്ടുപോയെന്ന്, പിശാച് എടുത്തു കൊണ്ടുപോയെന്ന്, എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞതിനെ കഴുകി മിനുക്കി കഴുകി മിനുക്കി പുറത്ത് കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിറയുന്ന അനുഭവം വെറുതെ നിറയുകയില്ല. പരിശുദ്ധാത്മാവ് കണ്ട് തന്നെ നിറയപ്പെടുകയാ അളവറ്റ സാന്നിധ്യത്താൽ ഹല്ലേലൂയ നന്ദി യേശുവേ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, മാറ്റി വച്ചതാ ഒരു വാക്ക അതിനെ പുറത്ത് കൊണ്ടുവന്നേ. ഒരു വാക്ക അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ, അതെ ചില വർഷങ്ങളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, ഇത് നിന്റെ കയ്യിൽ ലഭിക്കും. ഇതാരും കവർന്നതല്ല, അല്പസമയമാണ് നിന്നിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. നിനക്കത് വാഗ്ദത്തം ചെയ്തതാ, വാഗ്ദത്തത്തെ നോക്കി നീ കരഞ്ഞതാ, ആ വാഗ്ദത്തങ്ങളെ നോക്കി നീ കരഞ്ഞതാ. ഈ ദിവസങ്ങളിൽ ഈ വർഷം തന്നെ മാറ്റപ്പെട്ടു പോയതിനെ ചില അധികാരങ്ങളോടെ ചില ശ്രേഷ്ഠ പദവികൾ കൊടുത്ത് മൂലയ്ക്ക് കൂട്ടിവെച്ച കൽഭരണിയിൽ ശ്രേഷ്ഠത നിറഞ്ഞുവെങ്കിൽ അതേ ശ്രേഷ്ഠതയോടെ തന്നെ നിന്റെ തലമുറകൾക്കകത്ത് നിന്നും ഹല്ലേലൂയ ചില തലമുറകളെ നോക്കി പറയുക, മൂലയ്ക്ക് മാറ്റി വെച്ചതാ, മൂലയ്ക്ക് ഒതുങ്ങി മാറിയതാ, അതിനെ വിളിച്ച് പുറത്ത് കൊണ്ടുവരുവാൻ പോകുക. ഇരുട്ട് മൂടി കിടന്നിടത്തുനിന്നും വെളിച്ചത്തിലേക്ക് നടന്നു വരുന്നത് പോലെ ഇരുട്ട് മൂടിയ മൂടപ്പെട്ട അവസ്ഥയാ അതിൽ നിന്നാ പുറത്ത് വരുന്നേ. ഹല്ലേലൂയ നന്ദി യേശുവേ, നന്ദി രാജാവേ. ഹല്ലേലൂയ. അതെ പ്രിയ ദൈവമക്കളെ, മൂടി മാറ്റി വെച്ചത് തന്നെയാ. മാറ്റി വയ്ക്കുന്നതിൻ്റെ അവസ്ഥ എന്താ നമുക്കറിയാം. നമ്മുടെ ഷെൽഫുകളിലേക്കൊന്ന് കയറി നോക്കി, വീടിൻ്റെ ഷെൽഫിലേക്കൊന്ന് കയറി നോക്ക്. നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന പാത്രങ്ങൾ പൊടിയടച്ച് കിടപ്പുണ്ടാവും. പൊടിയടിച്ച് ഹല്ലേലൂയ അതിൽ പല്ലിയും കാഷ്ടിച്ച് ഹല്ലേലൂയ പൊടിയടിച്ച് പഴകി കിടക്കുന്നതാ. അതുപോലെ മാറ്റിയിട്ടതാ. അത് മാറ്റിയിടുമ്പോൾ ആർക്കും വേണ്ടാതെയാകുമ്പോൾ പൊടിയടിക്കും, പിള്ളേര് കളിക്കും, ആ മഴവെള്ളം കൊണ്ട് നിറയും. അകത്തിരുന്നത് പോലെയല്ല പുറത്ത് കിടക്കുന്നത്. അകത്തിരിക്കുന്നത് പിന്നും നന്നായിരിക്കും, പുറത്ത് കിടക്കുന്നത് മഴയും വെയിലും അടിച്ച് കോലം കെട്ട് ആ ഭംഗി നഷ്ടപ്പെട്ട്, അതിനാദ്യമുണ്ടായിരുന്ന ഭംഗി നഷ്ടപ്പെട്ട് വിള്ളലുകളുമുണ്ടായി, പൊട്ടലും ഞളുങ്ങലും ഉണ്ടായി, ചതഞ്ഞതുമായി. ഹല്ലേലൂയ.
എന്തെങ്കിലും ചതഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവരോടാ പറയുന്നേ, അത് പൊട്ടിയതിനകത്ത് തന്നെ ചതഞ്ഞതിനകത്ത് തന്നെ യേശു പ്രവർത്തിക്കാൻ പോകുക. നീ വിശ്വസിക്കുന്ന യേശു, നീ വിളിച്ച യേശു, അതെ, ആ പൊട്ടിയതും ഞണിങ്ങിയതുമായത് യേശുവേ എന്ന് ഉറക്കെ നിലവിളിക്കാൻ പോകുക. ഹല്ലേലൂയ, നന്ദി യേശുവേ. അതെ, പൊട്ടിയതും ഞണിങ്ങിയതും മാറ്റപ്പെട്ടതും, ഹല്ലേലൂയ, ഉറക്കെ വിളിക്കാൻ പോകുക. നീ വിളിച്ചതിലും അധികമായി, നീ കരഞ്ഞതിലും അധികമായി. നമ്മൾ കുറച്ചേ കരഞ്ഞുള്ളൂ, പക്ഷേ മാറി നിന്നവർ അറിയുമ്പോൾ, മാറ്റപ്പെട്ടു പോയത് അറിയുമ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കും, വാവിട്ട് കരയും. ഓ അമ്മേ, ഓ പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നിങ്ങൾ അറിഞ്ഞ യേശുവിനെ ഞാനും ദാ തൊട്ടറിയുന്നു. ഹല്ലേലൂയ, നന്ദി യേശുവേ. ഹല്ലേലൂയ. അതെ, ആ യഹൂദ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നപ്പോൾ തന്നെ, ഹല്ലേലൂയ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ പിതാവിൻ്റെ അടുക്കൽ ചെന്ന്, ഹല്ലേലൂയ, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ, ഒന്ന് ചിന്തിക്കണേ, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എന്തുമാത്രം അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, എന്തുമാത്രം അടയാളങ്ങൾ കാണുന്നുണ്ട്. യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ, നഷ്ടപ്പെട്ടു പോയെടുത്തു നിന്നും, ഇല്ലാതായി പോയെടുത്തു നിന്നും, നശിച്ചു പോയെടുത്തു നിന്നും പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അതൊരു അടയാളമാ. എല്ലാവരാലും തള്ളപ്പെട്ട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, നീക്കി മൂലയ്ക്ക് കൂട്ടിയെടുത്ത് നിന്നും, മാറ്റപ്പെട്ടെടുത്ത് നിന്നും, മറച്ചു വെച്ചെടുത്ത് നിന്നും ഇന്ന് ഇങ്ങനെയൊക്കെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അതൊരു അടയാളമാ. ചില അത്ഭുതങ്ങൾ നീ കാണുവാൻ പോകുക. ഈ അടയാളങ്ങളിലൂടെ നീ പുറത്ത് കൊണ്ടുവന്നത്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നേ, പിശാച് കവർന്നു കൊണ്ടുപോയത്, നഷ്ടപ്പെട്ടു പോയെന്ന് ലോകം വിധി എഴുതിയത്, ലോകം പറഞ്ഞതിനെ ഒരു അത്ഭുതം എന്നതുപോലെ ആ മരണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതുപോലെ ആ രാജപ്രഭുവിന്റെ മകൻ, ഹല്ലേലൂയ, പനി ബാധിച്ച് മരിക്കാറായി കിടന്നെടുത്ത്, അവിടെ പറയുന്നു, അവൻ കടന്നു പോയില്ല, പലയിടത്തും യേശു തൊട്ടാ സൗഖ്യമാക്കിയേ. ഹല്ലേലൂയ, എത്രയോ ദൂരമുള്ള ആ മകന് സൗഖ്യം വന്നുവെങ്കിൽ, നീ ഹാളിനകത്തിരുന്ന് വിളിക്കുമ്പോൾ, നീ ഇതിനകത്തിരുന്ന് കരയുമ്പോൾ, നിന്റെ അടുത്തിരിക്കാതെ ദൂരത്ത് നിൽക്കുന്ന ആ മകന്റെ മേൽ, ആ മകളുടെ മേൽ യേശു തൊടുവാൻ പോകുക. നീ ഇതിനകത്തിരുന്ന കരയുന്നേ, ആരും കാണുന്നില്ല, നീ യേശു മാത്രമാ കാണുന്നേ. നിന്റെ കണ്ണുനീര് കാണുന്നവൻ, അവൻ കണ്ണടയ്ക്കാതെ ദൂരത്തിരിക്കുന്ന നിന്റെ തലമുറകളുടെ മേൽ അവൻ ഇടപെടുവാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി യേശുവേ. അതെ, കാണുന്നില്ല, അടുത്ത് ചെല്ലുന്നില്ല, പലയിടത്തും യേശു ചെന്നാ സൗഖ്യമാക്കിയ, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയവൻ, ഹല്ലേലൂയ, തൊട്ട് സൗഖ്യം പ്രാപിച്ചു. ബദിരന്റെ കണ്ണിനെ തൊട്ട് സുഖമാക്കിയവൻ, ഊമനെ തൊട്ട് സംസാരിപ്പിച്ചവൻ, ഹല്ലേലൂയ. അടുത്ത് പോകാതെ 20ഓളം കിലോമീറ്ററുകളും മാറി നിന്ന്, 20ഓളം മൈലുകൾ ദൂരത്തിരുന്ന്, ഹല്ലേലൂയ, അടുത്തുപോലുമല്ല, എത്ര ദൂരെ എന്ന് ആലോചിക്കണേ, 6-7 മണിക്കൂർ നടന്നാലേ എത്തത്തുള്ളൂ. അത്രയും ദൂരത്ത് നിന്നിട്ടാ ആ മകന്റെ മേലുണ്ടായിരുന്ന ബാധയെ, രോഗമെന്ന് പിശാച് പിടിച്ചു വെച്ച് മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയ രോഗമെന്ന നുകത്തെ എടുത്തു മാറ്റിയെങ്കിൽ, ശാസിച്ച് പുറത്താക്കിയെങ്കിൽ, നീ ഇന്നിതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ തലമുറകളുടെ ഹൃദയത്തിനകത്ത് യേശു സംസാരിക്കുവാൻ തുടങ്ങിയ അത് ആ വചനം പറയുന്നേ, അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ചില അത്ഭുതങ്ങൾ വാഗ്ദത്തപ്രകാരം നിന്റെ മേൽ നീട്ടപ്പെട്ടതാ, വാഗ്ദത്തപ്രകാരം നിന്റെ മേൽ നൽകപ്പെട്ടതാ. ആ അത്ഭുതങ്ങളാ നിന്റെ മേൽ ബൗഡപരന്ത ദീപൽക്കടകര ബൗഡക്ഷാരെ ദീപല ഭൗഷസി. അതെ, അത് കേട്ട് വിശ്വസിച്ചവനാ, അത് കേട്ട് വിശ്വസിച്ച് മടങ്ങി ചെന്നവനാ.
നീ വിശ്വസിക്കുന്നു? പ്രിയ മാതാവേ, പ്രിയ പിതാവേ, അവിടെ നിന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ കഠിന ഹൃദയപ്പെട്ടതിനകത്ത് ഒരു അലിവ് കാണും. കഠിനമായി പിടിച്ചു വച്ചതാ, കഠിനമായി സംസാരിക്കുന്നതാ. നീ എന്തെങ്കിലും സംസാരിച്ചാൽ, നീ എന്തെങ്കിലും പറഞ്ഞാൽ എടുത്തു ചാടി നിന്നോട് ദേഷ്യപ്പെട്ട് നിന്നെ പിടിച്ചു തള്ളി, നിന്നെ അനുസരിക്കാത്തവൻ നീ വിശ്വസിക്കുമ്പോൾ, നിന്റെ മേൽ പറയപ്പെട്ടതിൽ ഈ വചനത്തിൽ നീ വിശ്വസിക്കുമ്പോൾ, നീ മടങ്ങി ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അതിനകത്തൊരു അലിവ് സംഭവിച്ചു തുടങ്ങും. ചുമ്മാതെയല്ല, യേശുവാ സംസാരിക്കുന്നേ. യേശു സംസാരിച്ചാൽ ഏത് കഠിനപ്പെട്ടവന്റെ ഹൃദയവും അലിഞ്ഞു തുടങ്ങും. ഹല്ലേലൂയ. ചുമ്മാതെയല്ല, യേശുവാ സംസാരിക്കുന്നേ. യേശു സംസാരിച്ചാൽ, യേശു തൊട്ടാൽ എത്ര കഠിനമായതും ഇന്ന് പൂ പോലെ, മെഴുക് പോലെ ഉരുകി തുടങ്ങുമെന്നാ. ഞാനും കഠിനപ്പെട്ട തന്നെയായിരുന്നു, ഹൃദയം കാഠിന്യമായ തന്നെയായിരുന്നു. എന്നെ ഇത്രത്തോളം അലിയിക്കുവാൻ കഴിഞ്ഞെങ്കിൽ, എന്നെ ഇങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ഒരടിസ്ഥാനവുമില്ലാത്തവനാ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് അറിയുന്നത് പോലും ഈ പുസ്തകം കയ്യിലെടുത്തതിന് ശേഷമാ, ഈ ബൈബിൾ നെഞ്ചോട് ചേർത്തതിന് ശേഷമാ. ഒരു അറിവുമില്ലാത്ത എന്നെ ഇങ്ങനെ പുറത്തു കൊണ്ടുവെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിൽ, ഹല്ലേലൂയ, ആ ശബ്ദം ഞാനിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ആ യേശുവിൻ്റെ ശബ്ദം ഞാനിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിന്റെ തലമുറകളും ആ ശബ്ദം കേൾക്കും. നിന്റെ തലമുറകളും യേശുവിൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ചെയ്തവന്, എന്നെ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്ന് എൻ്റെ യേശുവിന് നിന്റെ തലമുറകളെയും പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ. ഒന്നുമല്ലാതെ കുപ്പക്കൂനയിൽ തള്ളപ്പെട്ട് കിടന്ന്, മാറ്റപ്പെട്ട്, നിന്ദയായ, പരിഹാസമായ, പുച്ഛിച്ച് എൻ്റെ ഇന്നെങ്ങനെ പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ, ഹല്ലേലൂയ. അതെ, ഞാൻ എന്നെ തന്നെ പറയുന്നേ, ആർക്കും വേണ്ടാത്ത, ഹല്ലേലൂയ, തള്ളപ്പെടുന്നതിനെയാ, നീക്കപ്പെടുന്നതിനെയാ യേശുവിന് ആവശ്യം. ഹല്ലേലൂയ. അവർക്ക് ഒത്തിരി പറയാനുള്ളേ, അവർക്ക് ഒത്തിരി സാക്ഷ്യം പറയാനുള്ളേ. ഹല്ലേലൂയ. അവരെ തൊട്ട് പുറത്ത് കൊണ്ടുവരും. അതുവരെ പിശാച് അടക്കി വെച്ചിരുന്നത്, കഠിനപ്പെടുത്തി വെച്ചിരുന്നത്, നുകങ്ങൾക്ക് മേൽ നുകമായി കൂനിപ്പിച്ച് ഭാരപ്പെടുത്തി പുറത്തു വരുവാൻ കഴിയാതെ തളർത്തപ്പെടുന്നവൻ പുറത്ത് വരുമ്പോൾ അവൻ യേശുവിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ടെന്നേ, ഒത്തിരി സംസാരിക്കാനുണ്ടെന്നേ. അവൻ വാതോരാതെ അവൻ്റെ യേശുവിനെ കുറിച്ച്, എൻ്റെ യേശുവിനെ കുറിച്ച് വാതോരാതെ അവൻ സംസാരിക്കും. ഹല്ലേലൂയ. വാതോരാതെ സംസാരിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആരെ കണ്ടാലും എൻ്റെ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. എനിക്കറിയില്ലായിരുന്നു എൻ്റെ യേശു ഇത്ര നല്ലവനാ, എൻ്റെ യേശു ഇത്ര വലിയവനാണ്. എന്നെ പുറത്തു കൊണ്ടുവന്ന യേശുവിനെ, ഹല്ലേലൂയ, വാതോരാതെ ഞാനിന്ന് വിളിച്ചു പറയുക. എൻ്റെ വായിൽ നിറയെ, എൻ്റെ ഹൃദയം നിറയെ എൻ്റെ യേശു മാത്രമാ. ആ യേശുവാ എന്നെ ഈ കഷ്ടത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ അത്ഭുതത്തെ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഇതിനകത്തിരുന്ന് നിലവിളിക്കുമ്പോൾ തന്നെ, നിന്റെ ഭവനത്തിനകത്ത്, ഹല്ലേലൂയ, ആ യേശു ഇടപെടും. ഒരതിശയത്തെ അവൻ കാണാതെ തന്നെ വിശ്വസിച്ചുവെങ്കിൽ, ആ അതിശയത്തെ അവൻ കാണാതെ തന്നെ വിശ്വസിച്ച് മടങ്ങിപ്പോകുമ്പോഴേ തൻ്റെ ഭടന്മാർ വരുമ്പോൾ അവരോട് ചോദിച്ചപ്പോൾ തൻ്റെ മകന് പനി മാറിയെന്ന്, പനി വിട്ടുമാറിയെന്ന്, മരണത്തിൽ നിന്ന് പുറത്തു വന്നുവെന്ന്, ഏത് സമയമായെന്ന് ചോദിച്ചപ്പോൾ
തന്നോട് ഈ വചനം പറഞ്ഞ സമയം തന്നെ, ഹല്ലേലൂയ, അത് ആ വിശ്വാസം പറഞ്ഞ സമയം തന്നെ അവൻ ഏറ്റെടുത്തു. പറഞ്ഞ സമയം തന്നെ യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവൻ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ മരണപ്പെടാൻ കിടന്നത് സന്തോഷിച്ച് ചിരിക്കുന്നതാ കാണുന്നേ. അതെ പ്രിയ ദൈവമക്കളെ, അവർ ഒറ്റയ്ക്ക് കടന്നു പോയത് ഒരുമിച്ച് കുടുംബമായി വിശ്വസിച്ച്, ഒരുമിച്ച് കുടുംബമായി ഇതാ ദൈവപുത്രൻ, ഇവൻ എൻ്റെ ദൈവപുത്രൻ, ഓ വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞുവെങ്കിൽ, ഓ നീ വിശ്വസിച്ചോ, നിന്റെ മേൽ അവൻ അധികം ചെയ്യുവാനുണ്ട്. ചില അഭിഷേകങ്ങളെ പരകുരുവാനുണ്ട്. ഹല്ലേലൂയ. ഓ ചില എണ്ണകൾ, ഹല്ലേലൂയ, നിന്റെ തലമേൽ ഒഴുകുകയാ. കരഞ്ഞും വിറച്ചും കൊണ്ടാ നീ ഓ റബല ഭൗഷസി ദീപൽ കടകര കരഞ്ഞുകൊണ്ട് നട്ടതാ, കരഞ്ഞുകൊണ്ട് വിതച്ചതാ. ഓ നീ സന്തോഷത്തോടെ കൊയ്യാൻ പോകുകയാ, ആർപ്പോടെ കൊയ്യാൻ പോകുകയാ. കരഞ്ഞു നട്ടതാ. വിത്ത് ചുമക്കുന്നവൻ കരയും, വേല ചെയ്യുന്നവൻ കരയും. എന്നാൽ ആ വിളവ് കാണുമ്പോൾ സന്തോഷിക്കുണ്ടല്ലോ. ആ സന്തോഷമുണ്ടല്ലോ, ആ വിളവ് കണ്ടത് കൊണ്ട് മാത്രമല്ല, അത് കൊയ്തെടുക്കുമ്പോഴുള്ള ആർപ്പ് വിളിയും സന്തോഷവും ഓ നിന്റെ ഭവനത്തിനകത്ത് ഉയരുവാൻ പോകുകയാ. നീ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചതിനകത്ത് ഓ റബലവൂടത്താ ദീപൽ കടക ഊടക്ഷാരെ ദീപല ബൗഡമ നക്താരമ ദീപൽ കടകരസി. നന്ദി യേശുവേ. കരഞ്ഞുകൊണ്ട് നട്ടതിനകത്ത്, വിഷമിച്ചുകൊണ്ട് ഭാരത്താലെ നട്ടതിനകത്ത്, ഹല്ലേലൂയ, സന്തോഷം കൊണ്ട് നിറയ്ക്കുക. ഒന്ന് പറഞ്ഞാട്ടെ, ഇന്നെൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ദൈവം മാറ്റും. ഹല്ലേലൂയ. എൻ്റെ ഈ അവസ്ഥയെ മാറ്റും. എൻ്റെ കണ്ണുനീർ എൻ്റെ അപ്പൻ തുടയ്ക്കും. എന്നെ മാറോട് ചേർത്തണയ്ക്കും. ഓ അപ്പാ, എന്നെ ചാരെ ഇരുത്തി എൻ്റെ സങ്കടങ്ങളെ കേട്ട് എനിക്ക് മറുപടി തരും. നീ വിശ്വസിച്ചോ? നിന്നെ ചാരെ ഇരുത്തി നിന്നോടവൻ സംസാരിക്കാൻ പോകുകയാ, നിന്നോടവൻ കേൾക്കാൻ പോകുകയാ. നിന്റെ വിഷമങ്ങൾക്കകത്ത്, ഹല്ലേലൂയ, നീ വിളിച്ചു പറഞ്ഞേ, യേശുവേ, ദാവീദ് പുത്ര, ആ കുരുടൻ നിലവിളിച്ചതുപോലെ, കാണാതെ നിലവിളിച്ചതുപോലെ, യേശുവേ, ഓ നീ അറിയുന്ന ദൈവത്തെ, യേശുവേ, ദാവീദ് പുത്ര, എന്നോടൊന്ന് കരുണ തോന്നണമേ. ആ നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ശബ്ദം യേശു കേൾക്കുന്നുണ്ട്. യേശുവേ എന്നുള്ള വിളി, യേശുവേ എന്നുള്ള ഉച്ചത്തിലുള്ള വിളി, ഓ നിന്റെ മേൽ ചില അത്ഭുതങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാ. ഈ കണ്ണുനീരുകളെ മാറ്റി, ഈ അവസ്ഥകളെ മാറ്റി നീ നിലവിളിക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ യേശു എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശുവേ, ആ കാണാത്തവൻ വിളിച്ചതുപോലെ, അറിയാത്തവൻ വിളിച്ചതുപോലെ നീ നിലവിളിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത്, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭവനത്തിനകത്ത് അവൻ ഇടപെടുവാൻ പോകുകയാ. ആ യേശുവിൻ്റെ മുൻപിലായിട്ട് നമ്മൾ ആയിരിക്കുന്നേ. സകല ബന്ധനങ്ങളും വിട്ടുകഴിഞ്ഞ്, സകല മുഖങ്ങളെയും ഒടിച്ച്, സകല അമ്മിക്കല്ലുകളെയും തകർത്ത്, ഓ ആ യേശു നിന്നോട് സംസാരിക്കുവാൻ പോകുകയാ. ഓ ഈ ബലങ്ങളെയെല്ലാം വിട്ട് ആ ബലത്തെ ഒന്ന് അയച്ച് യേശുവേ ഒന്ന് ഉറക്കെ വിളിച്ച് ആ യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് ചാർത്തി കൊടുത്താട്ടെ. നീ ഒന്ന് നിന്നെ തന്നെ സമർപ്പിച്ച് കൊടുത്താട്ടെ. എല്ലാം വിട്ട് എല്ലാ കെട്ടുകളും അഴിയണം. യേശുവേ, എൻ്റെ മേൽ ബാധിച്ചിരിക്കുന്ന, എന്നെ പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഇന്ന് അഴിയണം. എൻ്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിയണം. ഓ ഈ രോഗമെന്ന അവസ്ഥ മാറണം. ഓ ഞാൻ സ്തുതിക്കുന്ന യേശു, ഞാൻ വിളിക്കുന്ന യേശു ഇന്ന് എൻ്റെ മേൽ ചില അത്ഭുതങ്ങൾ ചെയ്യും, ചില അടയാളങ്ങളുടെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ചിലർ നിന്നോട് സംസാരിക്കാൻ പോകുകയാ. യേശു നിന്നോട് സംസാരിക്കുവാൻ പോകുകയാ, നിന്റെ മേൽ ഇടപെടുവാൻ പോകുകയാ. ആ ബന്ധനങ്ങളെ അഴിക്കുന്നുണ്ട്. ഓ ഇതുവരെ പിടിച്ചു വച്ചിരുന്നതാ ഒരു ബലം കൊണ്ട് കെട്ടിയതുപോലെ, ഒരു ബലമുള്ള കയറ് കൊണ്ട് കെട്ടിയതുപോലെ ഓ പുറത്തു വരുവാൻ കഴിയാതെ ബന്ധിച്ച അവസ്ഥയിൽ നിന്നും ആ കയറുകളെ ഛേദിച്ച് ഓ ദീപൽ കടകരസി ആ കെട്ടുകളെ പൊട്ടിച്ച് ആ പരിശുദ്ധത്തിന് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാ. ഓ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. യേശു എന്ന് പ്രവർത്തിക്കുവാൻ പോകുകയാ. എൻ്റെ യേശു നിന്നോട് പ്രവർത്തിക്കുക. ആ കെട്ടുകൾ അഴിയുക, സകല ബന്ധനങ്ങളും അഴിയുക. ഓ റതലബൗഡ ഈ ബലബൗഡ രക്തശാരാരസ്
ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. സകല ബന്ധനങ്ങളും അഴിയട്ടെ, സകല കെട്ടുകളും പൊട്ടട്ടെ. പ്രിയജനത്തെ അങ്ങനെ കരുതി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.